ജോണി നെല്ലൂർ UDFിൻ്റെ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ ഹൃദയപൂർവ്വം ജോണി നെല്ലൂരിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ UDFിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു വലിയൊരു വ്യക്താവായിരുന്ന ഒരു വ്യക്തി കേരള കോൺഗ്രസ് പാർട്ടിയോട് യോജിച്ച് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു കരുത്ത് നൽകും എന്നുള്ളത് സംശയമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു വ്യക്തി കേരള കോൺഗ്രസിലേക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ് ഇന്ന് അത് ജോസഫ് ഗ്രൂപ്പിനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം ആളുകൾ ഇന്ന് മറുവശത്ത്, നമുക്കറിയാം കേരള കോൺഗ്രസിനെ ഇതിനെ ഇല്ലാതാക്കുവാനായിട്ട് വളരെയധികം ശ്രമിക്കുകയുണ്ടായി പലപ്പോഴും. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. വലിയൊരു വിജയം കേരള കോൺഗ്രസ് എമ്മിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അസ്വസ്ഥരായ പല ആളുകളും ഇന്ന് മറുവശത്ത് ഉണ്ട്. പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി പലരും അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ജോണി നെല്ലൂർ ഒരുപക്ഷെ വളരെ നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യമായി പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അതിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങിയില്ല. ഏക്കാലം വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. പാർട്ടിയെ സംബന്ധിച്ചോളം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി അത് ഏത് വിഷയം നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൂ. ബഫർ സോണിൻ്റെ ഇഷ്യൂ, ആ ഇഷ്യൂവിൽ ഫലപ്രദമായ, ഇത് കേന്ദ്രവും സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സംസ്ഥാനമല്ലല്ലോ, പക്ഷേ അവിടെ ഏറ്റവും ഫലപ്രദമായി അത് ഇടപെട്ടത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. എംപവർമെൻറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ അവിടെ പോകാൻ പറ്റിയ, അതാണ് സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റി. അവിടെയാണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. ആ എംപവർ കമ്മിറ്റിയുടെ മുമ്പിൽ പോയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരേ ഒരു സംഘടന, ഒരേ ഒരു കർഷക സംഘടന, അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യോജിച്ചൊരു തീരുമാനം വന്നു. ഇപ്പോൾ പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടുത്തെ ഒരു ഇഷ്യൂവിൽ അവിടെ നിയമഭേദഗതി നടത്തേണ്ടി വന്നു. ആ നിയമഭേദഗതി നടത്തുവാനുള്ള പൈലറ്റിംഗ് ചെയ്തത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുണ്ട്, അവിടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുണ്ട്. അവിടെ നിയമഭേദഗതി 1972 നിയമം ഭേദഗതി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നമ്മളാണ് ആദ്യമേ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, അതിന് സർക്കാർ ലെവലിലൊരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് മുഖ്യമന്ത്രിയോട് പറയുകയും ആ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ നടപടികൾ കുറച്ച് ഇനിയും വളരെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. റബ്ബറിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അത് രാജ്ഭവൻ്റെ മുമ്പിൽ, അത് പാർലമെൻറ്റിനകത്ത്, പാർലമെൻറ്റിൻ്റെ പുറത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ നടത്തിയത് അസംബ്ലിക്കകത്ത്, ഇതെല്ലാം ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗം കേരള കോൺഗ്രസ് ആയതിനു ശേഷം 150, 170 ആക്കി. അതുപോലെ 250 ആക്കേണ്ടതുണ്ട്. നമുക്കറിയാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കേന്ദ്രം ഇന്ന് കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി 8-ാം തീയതി കേരള സംസ്ഥാനത്തെ മുഴുവൻ MLA-മാരെയും ക്ഷണിച്ചു. പക്ഷേ UDF അതിലേക്ക് പങ്കെടുക്കുന്നില്ല. LDFിൻ്റെ മുഴുവൻ MLA-മാരും മന്ത്രിമാരും പ്രതിഷേധമായി ഇന്ന് ഡൽഹിയിലേക്ക് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കാർഷിക പ്രശ്നമാണ്. ഇപ്പം ഈ പറയുന്ന തീരദേശത്തെ പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിഷയമുണ്ട്. ആ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, കടലിൻ്റെ മക്കൾക്ക് കടലവകാശമെന്ന നിയമം പാസ്സാക്കണമെന്ന് പാർലമെൻറ്റിനകത്ത് ഈ രാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിനോട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഞാൻ ആ സബ്മിഷൻ കൊണ്ട് പരാതി യോജിക്കുകയും ചെയ്തു. അതിൻ്റെ ചർച്ചകൾ നടക്കുക, ഏത് രീതിയിൽ വേണം. 2006 വനാവകാശ നിയമം
ആദിവാസികൾക്ക് വേണ്ടി കൊടുത്തു. അതേ മാതൃകയിൽ തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഇവിടെ എല്ലാം ഇടപെടുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. തീർച്ചയായും വളരെയധികം ആളുകൾ ഇപ്പോഴും വരാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് വേണോ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. തീർച്ചയായും ഇങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു UDFൻ്റെ ഒരു സെക്രട്ടറിയും അവിടെ ജോസഫ് ഗ്രൂപ്പിലെ ശക്തനായ ഒരു നേതാവുമായിരുന്ന ആ വ്യക്തി തീർച്ചയായും അത് കേരള കോൺഗ്രസിൻ്റെ ഭാഗം മാത്രമല്ല LDFൻ്റെ ഭാഗമായി മാറുമ്പോൾ വലിയൊരു സന്ദേശം അതിനകത്തുണ്ട്. എന്താണ് ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഉണ്ടാകുന്ന വാർത്തകൾ ചാനലിനകത്തൊക്കെ സ്ഥാനാർത്ഥി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാനതിലേക്ക് കിടക്കുന്നില്ല, അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് ഇവിടുത്തെയുള്ള ഓരോ പ്രശ്നങ്ങൾ. അവിടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തന്നെ സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നിലേറെ നേതാക്കന്മാർ അവകാശവാദമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെ അടി തുടങ്ങിയിരിക്കുകയാണ്. മാണി വിഭാഗം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ അവരെ അടിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. മെമ്പർഷിപ്പ് ഞങ്ങളിപ്പോൾ പാർട്ടിയുടെ ആയിട്ട് ചർച്ച ചെയ്തു. ഉടനെ തന്നെ മെമ്പർഷിപ്പ് ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊടുക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അല്ല, അത് ഉചിതമായ പദവികൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് അദ്ദേഹത്തിൻ്റെ എളിമയുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്തായാലും കേരള കോൺഗ്രസ് തറവാട്ടിലേക്ക് വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും 1-2 മാസമല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, സത്യസന്ധമായി പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാലാവസ്ഥയും സാഹചര്യവും ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ പാർട്ടിക്കകത്ത് പല രീതിയിൽ ഇപ്പം ജില്ലാതലത്തിൽ വളരെയധികം ആളുകൾ, ജില്ലാ നേതാക്കന്മാർ, എത്രയോ നേതാക്കൾ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, എത്രയോ നേതാക്കന്മാർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. ഒരു സ്റ്റേറ്റ് ലെവലുള്ള നേതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്തൊരു ചർച്ച വേണ്ടി വന്നു. അങ്ങനെ ചർച്ച ചെയ്ത് ഇപ്പം നമ്മൾ എടുക്കണം. നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ വല്ലോ? അത് പാർട്ടി തീരുമാനിക്കണം. ഒന്ന് LDFിനകത്ത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് കോട്ടയം തരണം. നമ്മൾ പ്രതിദാനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നത് തന്നെയാണ്. ഏതൊക്കെയാലും വളരെ സമാധാനത്തോടു കൂടിയേ ഞങ്ങളുടെ പാർട്ടി പോകുള്ളൂ. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവകാശങ്ങൾ അർഹതപ്പെട്ടതാണ്. അപ്പോൾ അത് തീർച്ചയായും നമുക്കറിയാം, പല ഇപ്പോൾ ഇടുക്കിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും. പക്ഷെ അത് ഇടതുപക്ഷത്തെ ഒരു ചർച്ചയിലേക്ക് പോയില്ല. ചർച്ചയിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവിടെ അവതരിപ്പിക്കും. അത് മിക്കവാറും ഇപ്പോൾ ഈ പാർലമെൻറ്റ് 9-ാം തീയതിയിലേക്ക് കഴിയും. അത് കഴിഞ്ഞത്തിലേക്ക് ചർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പ്രാദേശിക വിഷയം, ഒരു പേഴ്സണൽ വിഷയം. അത് ഈ പറഞ്ഞ പോലെ അത് അവിടെ തീരട്ടെ. പിന്നെ ആ പറയുന്ന എപ്പോഴും ഒരു സ്ഥിരം പല്ലവിയാണ്. അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഈ ജനകീയ വിഷയം. അപ്പോൾ ഇതിനൊന്നും നമുക്ക് സമയമില്ല. ഈ റേഷൻ ഡീലർമാരെയൊക്കെ കുറേ കാലമായി നയിക്കുന്ന ആളുകൂടിയാണ്. അതൊക്കെ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും. അല്ല, തീർച്ചയായിട്ടും റേഷൻ ഡീലർമാരുടെ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത് കേരള സംസ്ഥാനത്തെ വലിയൊരു ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ അവർ വലിയ ഒരു സമരം നടത്തിയിട്ടാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ വേണ്ടി ഞങ്ങളും, അദ്ദേഹം മറുചേരിയിലിരുന്നപ്പോഴും പോലും ഞാൻ ഡൽഹിയിൽ അങ്ങനെയുള്ള ആ വിഷയത്തിലെ സമരത്തിലൊക്കെ ഞാനും പങ്കെടുത്ത ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സംഘടനകളുടെ നേതാക്കന്മാർ വരുമ്പോൾ തീർച്ചയായിട്ടും ബലം നൽകും.